ഉപതെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ് നിലമ്പൂർ. പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് സ്ഥാനാർത്ഥികൾ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. LDF സ്ഥാനാർത്ഥി M സ്വരാജ് എടക്കര പഞ്ചായത്തിലും NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ചുങ്കത്തറ പഞ്ചായത്തിലുമാണ് ഇന്ന് പ്രചാരണം നടത്തുന്നത്. പ്രമുഖ വ്യക്തികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത്. ചിഹ്നം അനുവദിച്ചതോടെ PV അൻവറും ഇന്നു മുതൽ പ്രചാരണത്തിൽ കൂടുതൽ സജീവമാകും. കൂടുതൽ വിശദാംശങ്ങളുമായി KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഇനി തെരഞ്ഞെടുപ്പിന് 12 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. മുന്നണികളെല്ലാം ഒരു സജീവമായ ഒരു പ്രചരണത്തിലാണ്. കൂടാതെ ഈ PV അൻവറിന് ചിഹ്നം അനുവദിച്ചതോടുകൂടി ഇനിയിപ്പോൾ പ്രചരണം കൂടുതൽ കടുപ്പിക്കില്ലേ? ഐശ്വര്യ, ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് നിലമ്പൂരിൽ നടക്കുന്നത്. 3 മുന്നണികൾക്ക് പുറമെ PV അൻവർ കൂടി മണ്ഡലത്തിൽ സജീവമായതുകൊണ്ട് തന്നെ അതിശക്തമായ പോരാട്ടമെന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപക്ഷെ ആ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കപ്പുറത്തേക്ക് സംസ്ഥാന രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും എല്ലാം തന്നെ നിലമ്പൂരിൽ ചർച്ചയാകുന്നുണ്ട്. വിഷയങ്ങൾ ഒരുപാടുണ്ട് ജനങ്ങൾക്ക് ചർച്ച ചെയ്യാൻ. ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ അത്രയധികം വിഷയങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് പ്രചരണ വിഷയമായി ഉയർത്തിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെ അതിശക്തമായ പ്രചരണമാണ് ഇപ്പോൾ UDF-ന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഒരു വികസനവും നിലമ്പൂരിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് UDF ആരോപണമായി ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനുമെതിരായ വിധിയെഴുത്തായി തെരഞ്ഞെടുപ്പ് മാറുമെന്ന് UDF വ്യക്തമാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മറുവശത്ത് LDF ആണെങ്കിൽ ഇതുവരെ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ കഴിഞ്ഞ 9 വർഷക്കാലമായി പിണറായി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് തന്നെയാണ് LDF മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല, സ്വരാജ് കൂടി വരുന്നതോടെ തന്നെ കുറെ കൂടി തെരഞ്ഞെടുപ്പ് രംഗം വലിയ ആവേശത്തിലേക്ക് മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെയാണ് മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പ്രധാനമായും ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് NDA സ്ഥാനാർത്ഥി ഇത്തരത്തിൽ പ്രചരണം നയിക്കുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. മലയോര മേഖല കൂടി ഉൾപ്പെടുന്നതാണ് നിലമ്പൂരിനെ സംബന്ധിച്ച് നിരവധിയായ പ്രശ്നങ്ങൾ, വികസന പ്രശ്നങ്ങളുണ്ട്. ഒപ്പം തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച വിഷയങ്ങളുണ്ട്. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു പ്രചരണ ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ? വളരെ കാര്യമായ പ്രചരണമാണ് BJP നടത്തുന്നത്. ഇത് മലയോര മേഖലയാണ്, മലയോര മേഖലകൾ ഉൾപ്പെടുന്നതല്ല, മലയോര മേഖലയാണ്. ഇവിടുത്തെ ഭൂരിപക്ഷം പഞ്ചായത്തുകളും മലയോര മേഖലയിൽപ്പെട്ടതാണ്. തീർച്ചയായിട്ടും ഇവിടുത്തെ വികസനം ഇടത് വലത് മുന്നണികൾ ഇക്കാലം അത്രയും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഇവിടുന്ന് ഇടതു മുന്നണിയുടെയും വലതു മുന്നണിയുടെയും സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട്, MLA-മാരായിട്ടുണ്ട്. അവർ ജയിക്കും പോകും എന്നല്ലാതെ ഇവിടുത്തെ വികസനത്തെപ്പറ്റി യാതൊരുവിധ നടപടികളും കാഴ്ചപ്പാടുകളും അവർക്ക് ഉണ്ടായിരുന്നില്ല. ഇവിടെ നിലമ്പൂർ ബൈപ്പാസ് എത്രയോ കാലമായി മുടങ്ങിക്കിടക്കുന്നു. തീർച്ചയായിട്ടും അത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ അത് മുടക്കിയത് ആരാണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അതേപോലെ തന്നെ ഇവിടുത്തെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്തൊരു കഷ്ടമാണ്. എത്രയോ പേരാണ് ജീവൻ ബലിയർപ്പിക്കപ്പെടേണ്ടി വരുന്നത്. മനുഷ്യർക്ക് സംരക്ഷണമില്ല, മൃഗങ്ങൾക്കാണ് സംരക്ഷണം. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ എടുത്താൽ ഇവിടുത്തെ അവികസിത മേഖലയാണ് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളും. പല സ്ഥലങ്ങളിലും നമുക്ക് നിങ്ങൾ ചെയ്യുന്ന റേഞ്ച് കിട്ടില്ല. നിങ്ങൾക്ക് TV-കാർക്ക് അനുഭവമുണ്ട്. അതാണ് ഇവിടുത്തെ സ്ഥിതി. റോഡുകൾ വളരെ മോശം. ഇതാണ് ഇവിടുത്തെ സംഭവ വികാസങ്ങൾ. നിരവധി സാധാരണക്കാരായ ആളുകൾ കൂടി ഉൾപ്പെടുന്നതാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. വന്യജീവി ആക്രമണമായി ബന്ധപ്പെട്ട് ഇന്നലെ സുരേഷ് ഗോപി ഇന്നലെ സംസാരിക്കുമ്പോൾ കേന്ദ്ര നിയമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ അവർക്കൊക്കെ ആത്യന്തികമായ ഒരു പരിഹാരം വേണമല്ലോ. അത് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാകുമെന്നാണോ പ്രതീക്ഷ? തീർച്ചയായിട്ടും BJP ജയിച്ചാൽ അതിനൊക്കെ പരിഹാരം ഉണ്ടാകും. ഇവിടെ വികസനം ഞങ്ങൾ കാര്യമാക്കും. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഇവിടെ നിലമ്പൂരിലെ ജനങ്ങൾ രാഷ്ട്രീയ അടിമകളല്ല എന്ന് തെളിയിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. ഇവിടെ വികസനം കൊണ്ടുവരുന്നവർക്ക് വോട്ട് ചെയ്യാൻ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. എനിക്ക് എൻ്റെ ഇവിടുത്തെ നിലമ്പൂരിലെ വോട്ടർമാരോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇതൊരു വലിയ പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിന് നിങ്ങൾ ഏത് പാർട്ടിക്കാരായാലും നിങ്ങൾ ഇത് ചെയ്യേണ്ടത് BJP വോട്ട് ചെയ്യണം. BJP വോട്ട് ചെയ്താൽ ഒരാളും രാഷ്ട്രീയ അടിമകളല്ല എന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. ഇവിടുത്തെ ആരോഗ്യ മേഖല വളരെ തകർന്നു കിടക്കുകയാണ്. ഇവിടെ നമ്മൾ അറിയാം, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് VV പ്രകാശ്, അദ്ദേഹം അന്ന് തിരഞ്ഞെടുപ്പിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് അദ്ദേഹം അന്തരിക്കുകയുണ്ടായി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ ആരോഗ്യ മേഖലയിലെ തകർച്ചയാണ്. ഇവിടെ മെഡിക്കൽ കോളേജിലൊക്കെ പോകണമെങ്കിൽ 60-65 കിലോമീറ്റർ യാത്ര ചെയ്യണം. VV പ്രകാശ് പാവം, അദ്ദേഹത്തിന് അതാണ് സംഭവിച്ചത്. മറ്റൊന്ന്, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ഈ നിലമ്പൂരിലെ വിഷയത്തിന് അല്ലെങ്കിൽ ഈ പറയുന്നതിനപ്പുറത്തേക്ക് സംസ്ഥാന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയം കൂടി ചർച്ചയാണ്. പ്രത്യേകിച്ച് മലപ്പുറം പരാമർശമാണ് പ്രധാനമായും ഉയർത്തിക്കാണിക്കുന്നത്. മലപ്പുറത്തേക്ക് എഴുത്തിക്കാണിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചെന്ന് പറയുന്നു. അതേസമയം മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിനെതിരെ ആദ്യ നിലപാടെടുത്ത ആര്യാടൻ മുഹമ്മദ് ആണെന്ന് പറയുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്കുള്ള ചില ചിന്തകളിലേക്കും രാഷ്ട്രീയത്തിലേക്കും മലപ്പുറം പോകുന്നുണ്ടോ? അതൊക്കെ ജനങ്ങൾ വിലയിരുത്തട്ടെ. എല്ലാം ജനങ്ങൾ വിലയിരുത്തും. ഇവിടുത്തെ ജനങ്ങൾ തീരെ മോശക്കാരൊന്നുമല്ല. വിദ്യാസമ്പന്നരാണ് നിലമ്പൂരിലെ ജനങ്ങൾ. അവരെല്ലാം വിലയിരുത്തി തന്നെ വോട്ട് ചെയ്യുള്ളൂ. മറ്റൊന്ന്, എന്തൊക്കെയാണ് ഇതിനപ്പുറത്തേക്ക്, അതായത് ഈ മലയോര മേഖലയിലെ വിഷയത്തിനപ്പുറത്തേക്ക് ഏതൊക്കെ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ വികസന പദ്ധതികളാണ് പ്രധാനമായും NDA-യുടെ അജണ്ടയിലുള്ളത്? ഭാരതത്തിൻ്റെ വികസനമാണ് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രിയുടെ അജണ്ട. കേരള വികസനമാണ് രാജീവ് ചന്ദ്രശേഖർജിയുടെ അജണ്ട. ഞങ്ങളുടെ അജണ്ട നിലമ്പൂർ വികസനമാണ്. നിലമ്പൂരിൻ്റെ സമഗ്ര വികസനമാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. തീർച്ചയായിട്ടും അതിന് സാധിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
ഈ തെരഞ്ഞെടുപ്പ് അങ്ങ് സ്ഥാനാർത്ഥിയായ സമയത്തൊക്കെ തന്നെ വലിയ ആരോപണം അങ്ങേക്കെതിരെയൊക്കെ വന്നത് അങ്ങ് മറ്റ് പാർട്ടികളുടെ ഭാഗമായി ഇന്ന് പെട്ടെന്ന് ഈ സ്ഥാനാർത്ഥിത്വം കണ്ട് പാർട്ടി മാറുന്നൊരവസ്ഥയിലേക്ക് എത്തിയെന്നൊക്കെ അതിനൊക്കെ എന്തായിരുന്നു അങ്ങയുടെ ഒരു ഞാൻ ആ കാര്യങ്ങളെ പറ്റി ഒന്നും പറയുന്നില്ല. അതൊക്കെ ജനങ്ങൾ വിലയിരുത്തട്ടെ. ഒരു കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ 47 വർഷമായി ഞാനിവിടെ സജീവ രംഗത്തുണ്ട്. YMC ആയിട്ടും മറ്റുള്ള സാമൂഹ്യ പ്രവർത്തനമായിട്ടും ഞാൻ സജീവമായി രംഗത്തുണ്ട്. രാഷ്ട്രീയത്തിലും ഉണ്ട്. അന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ചാണ്. പിന്നെ ഞാൻ കേരള കോൺഗ്രസിനെ പറ്റി പറയുന്നില്ല. അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ BJPയുടെ സ്ഥാനാർത്ഥിയാണ്. BJPക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളാണ്. ഈ ഇത്രയും ദിവസത്തെ പ്രചരണം കൊണ്ട് എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു നിലമ്പൂർ മണ്ണ്? വളരെ ശക്തമായ പ്രചരണമാണ്. BJP വളരെ ശക്തമാണ് ഈ മണ്ണിൽ. ഇവിടെ ഒട്ടനവധി ഡിസ്ഗേജ്ഡ് BJPക്കാരുണ്ട്. അയലോക്കത്താണ് BJP ആണെന്ന് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. BJPയോട് സ്നേഹമുള്ളവരുണ്ട്, ഇതുണ്ട്. അത് തീർച്ചയായിട്ടും അത് വോട്ടിൽ പ്രതിഫലിക്കും. മറ്റൊന്ന്, അൻവർ ഇവിടെ നിന്നതാണ്. സ്വാഭാവികമായും അൻവർ വീണ്ടും സ്ഥാനാർത്ഥിയാവുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും അൻവർ സ്വാധീനമുള്ള മേഖലകളുണ്ട്. അൻവർ ഒരു ഫാക്ടറാണോ അത്? ഇവിടെ എല്ലാ സ്ഥാനാർത്ഥികളും ഫാക്ടറാണ്. എന്താ സംശയം? അൻവർ മാത്രമല്ല, ഇവിടെ നിൽക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും ഈ തെരഞ്ഞെടുപ്പിൽ ഫാക്ടറാണ്. അൻവർ പിടിക്കുന്ന വോട്ടുകൾ സ്വാഭാവികം ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന അതാണ്. അൻവർ പിടിക്കുന്ന വോട്ടുകൾ ആരുടെ ആയിരിക്കും എന്നുള്ളതാണ്. അൻവർ എത്രത്തോളം LDFനെ ക്ഷീണിപ്പിക്കുമെന്നുള്ളതൊക്കെയാണ്. അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. അതൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ലല്ലോ. ആരോട്ട് ചെയ്യും ആർക്കോട്ട് ചെയ്യുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല. അത് ജനങ്ങൾ തീരുമാനിക്കുന്ന കാര്യമാണ്. ഏതായാലും വലിയ ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായിട്ടും. വൈ നോട്ട്? ഇതാണ് BJP സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, അതായത് വളരെ അനുകൂലമായ സാഹചര്യം നിലമ്പൂരിലുണ്ട് എന്ന് തന്നെ BJP വ്യക്തമാക്കുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ നിലമ്പൂരിലെ വികസനം അത് ഈ ഒരു വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ആ മേഖലയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഉള്ളത്. റെയിൽവേ സ്റ്റേഷൻ വികസനമുണ്ട്, ഒപ്പം തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. മറ്റ് അടിസ്ഥാനപരമായി ജനങ്ങൾക്ക് ആശ്രയിക്കേണ്ട ആരോഗ്യ സംവിധാനങ്ങളെല്ലാം തന്നെ നിലമ്പൂരിൽ ഇല്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ ഒരു വലിയ പ്രചരണമായി BJP മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനൊക്കെ തന്നെ പരിഹാരം BJP വരുന്നതോടെ ഉണ്ടാകും എന്ന് തന്നെയാണ് സ്ഥാനാർത്ഥി അടക്കം പറയുന്നത്. മറുവശത്തേക്ക് തിരിച്ചാൽ UDFനെ സംബന്ധിച്ച് UDFന്റെ ഒരു വശം കൂടി നമ്മൾ കണ്ടുപോകേണ്ടി വരും. പ്രത്യേകിച്ച് UDFനെ സംബന്ധിച്ച് ഒരു വെല്ലുവിളി PV അൻവർ തന്നെയാണ്. സർക്കാരിനെതിരായ മുഖ്യമന്ത്രി വിരുദ്ധ, അല്ലെങ്കിൽ പിണറായി വിജയൻ വിരുദ്ധ, പിണറായിനെതിരായ നിലപാടുകളുള്ള വോട്ടുകൾ, ആ വോട്ടുകൾ ആർക്ക് പോകും എന്നുള്ളതാണ് അറിയാനുള്ളത്. അത് അൻവർ ഒരുപക്ഷെ അതിൽ പൂർണ്ണമായും UDFിലേക്ക് പോകേണ്ട വോട്ടുകളായിരുന്നെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ, അതിനെ വേർതിരിക്കാൻ, വിഭജിക്കാനൊക്കെ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കഴിയുന്നു എന്നാണ് LDF ആശ്വസിക്കുന്നത്. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ഒരു എഡ്ജ് LDFിനുണ്ടാകുമോ എന്നുള്ള ചർച്ചകൾ ഈ ഘട്ടത്തിൽ പുരോഗമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ വളരെ കൃത്യമായി തന്നെ മൂന്ന് മുന്നണികൾക്ക് ഒപ്പം തന്നെ അൻവറിനും സാധ്യത ഉള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും നിർണായക പോരാട്ടം തന്നെയാണ് നിലമ്പൂർ കേന്ദ്രീകരിച്ച് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. വാശിയേറിയ പോരാട്ടമാണ്. BJP NDAയുടെ സ്ഥാനാർത്ഥി, ഒപ്പം തന്നെ LDFും UDFും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പ്രചരണവുമായി മുന്നോട്ട് തന്നെയാണ് നിലമ്പൂരിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി പ്രശാന്ത്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചൂടിലാണ്. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും വലിയ പ്രതീക്ഷയിലാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു KK പ്രശാന്ത്.